ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിലെ ആദ്യപാദ മത്സരങ്ങളുടെ ഷെഡ്യൂൾ കഴിഞ്ഞ ദിനമാണ് പ്രഖ്യാപിച്ചത്. ഇനി IPL ദിനങ്ങൾ. ആദ്യത്തെ 21 മത്സരങ്ങൾക്കായുള്ള ഷെഡ്യൂളാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ബാക്കിയുള്ള മത്സരങ്ങളുടെ ഷെഡ്യൂൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാവും പ്രഖ്യാപിക്കുക. അപ്പോൾ ഇക്കുറി നമുക്ക് IPL ഷെഡ്യൂൾ ഒന്ന് പരിശോധിക്കാം. IPL മാർച്ച് 22-നാണ് ആരംഭിക്കുക. ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും RCBയും തമ്മിലാണ് ഏറ്റുമുട്ടുക. ചെന്നൈയിലാണ് ഉദ്ഘാടന മത്സരം നടക്കുന്നത്. തൊട്ടടുത്ത ദിവസം മാർച്ച് 23-ന് 2 മത്സരങ്ങളാണ് നടക്കുന്നത്. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടുമ്പോൾ രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. തൊട്ടടുത്ത ദിവസം മാർച്ച് 24-നും 2 മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിലാണ് ഈ മത്സരം നടക്കുക. അതുപോലെ വൈകിട്ട് നടക്കുന്ന മത്സരമായിരിക്കും ഏറ്റവും പ്രധാനം. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലാണ് ഏറ്റുമുട്ടുക. നമുക്കറിയാം, ഗുജറാത്ത് വിട്ട് ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്തേക്ക് എത്തിയ ശേഷം നടക്കുന്ന ആദ്യത്തെ മത്സരമെന്ന നിലയിൽ വലിയ പ്രാധാന്യം തന്നെ ഈ മത്സരത്തിനുണ്ട്. ഗുജറാത്തിന്റെ തട്ടകമായ അഹമ്മദാബാദിലാണ് ഈ മത്സരം എന്നത് മുംബൈക്ക് കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമാക്കാനാണ് സാധ്യത. ക്യാപ്റ്റൻസി വിവാദം ചൂഴ്ന്നു നിൽക്കുന്നതിനാൽ മുംബൈ ഇന്ത്യൻസ് ഈ മത്സരത്തെ എങ്ങനെയാവും സമീപിക്കുക എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ. അതിനുശേഷം മാർച്ച് 25-ന് നടക്കുന്ന മത്സരത്തിൽ RCBയും പഞ്ചാബുമാണ് ഏറ്റുമുട്ടുക. RCBയുടെ തട്ടകത്തിലാണ്, ബംഗളൂരുവിലാണ് ഈ മത്സരം. 26-നും തകർപ്പൻ പോരാട്ടമുണ്ട്. CSK വേഴ്സസ് ഗുജറാത്ത്. ചെന്നൈയിലാണ് ഈ മത്സരം നടക്കുക. 28-നാണ് സഞ്ജുവിന്റെ രാജസ്ഥാനും ഋഷഭ് പന്തിന്റെ ഡൽഹി ക്യാപിറ്റൽസും നേർക്കുനേർ എത്തുന്നത്. ഋഷഭ് പന്തിന്റെ തിരിച്ചുവരവ് മത്സരം എന്ന നിലയിൽ ഈ മത്സരവും പ്രധാനപ്പെട്ട മത്സരമാണ്. അദ്ദേഹത്തിന് പരിക്ക് കാരണം, ആക്സിഡന്റ് കാരണം ഒരുപാട് കാലമായി അദ്ദേഹം ക്രിക്കറ്റിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഷെഡ്യൂളിൽ മുംബൈ വേഴ്സസ് CSK മത്സരമില്ല. RCB, ഗുജറാത്ത്, ഡൽഹി, ഹൈദരാബാദ് എന്നിവരെയാണ് CSK, മഹേന്ദ്ര സിംഗ് ധോണിയുടെ CSK ആദ്യ ഷെഡ്യൂളിൽ നേരിടുന്നത്. മുംബൈയുടെ എതിരാളികൾ ഗുജറാത്തും ഹൈദരാബാദും രാജസ്ഥാനും ഡൽഹിയുമാണ് ആദ്യ ഷെഡ്യൂളിൽ. അതുപോലെ RCB ആദ്യ ഷെഡ്യൂളിൽ CSK, പഞ്ചാബ്, KKR, ലക്നൗ, രാജസ്ഥാൻ എന്നീ ടീമുകളുമായി കളിക്കുന്നുണ്ട്. KKR RCB മത്സരം തീർച്ചയായും തീപാറും. നമുക്കറിയാം, ഗൗതം ഗംഭീർ KKRന്റെ മെന്ററായി ഇത്തവണ എത്തുമ്പോൾ ടീമിന്റെ ആക്രമണോത്സുകത ഉയരും. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി കളിക്കുന്ന RCBക്കെതിരെ ഗൗതം ഗംഭീറിന്റെ KKR എത്തുമ്പോൾ തീപാറുമെന്ന് ഉറപ്പാണ്. വലിയ മാറ്റങ്ങളോടെ എത്തുന്ന ഹൈദരാബാദിന്റെ ആദ്യ എതിരാളി ഇത്തവണ KKR ആണ്. കൊൽക്കത്തയിലാണ് ഈ മത്സരം. മുംബൈ, ഗുജറാത്ത്, CSK ടീമുകളുമായി ഹൈദരാബാദ് ഈ ആദ്യ ഷെഡ്യൂളിൽ കളിക്കുന്നുണ്ട്. ലേലത്തിൽ കോടികൾ കിട്ടിയ പാറ്റ് കമ്മിൻസ് ആയിരിക്കും ഈ മത്സരങ്ങളിലെ ശ്രദ്ധാകേന്ദ്രം. KKRന് 3 മത്സരങ്ങളാണ് ആദ്യ ഷെഡ്യൂളിലുള്ളത്. ഹൈദരാബാദാണ് ആദ്യ എതിരാളികൾ. RCB, ഡൽഹി എന്നിവരാണ് KKRന്റെ മറ്റ് എതിരാളികൾ. KL രാഹുലിന്റെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ആദ്യ എതിരാളി രാജസ്ഥാനാണ്, സഞ്ജു സാംസന്റെ രാജസ്ഥാൻ. പഞ്ചാബ്, RCB, ഗുജറാത്ത് എന്നിവരാണ് മറ്റ് എതിരാളികൾ. ഇനി സഞ്ജുവിന്റെ രാജസ്ഥാന് 4 മത്സരങ്ങളാണ് ആദ്യ ഷെഡ്യൂളിലുള്ളത്. ലക്നൗ, ഡൽഹി, മുംബൈ, RCB എന്നിവരാണ് രാജസ്ഥാന്റെ എതിരാളികൾ, ശക്തരായ എതിരാളികളാണ്. ഇനി ഗുജറാത്തിന്റെ മത്സരങ്ങളാവട്ടെ മുംബൈ ഇന്ത്യൻസ്, CSK, ഹൈദരാബാദ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ്, ലക്നൗ എന്നീ ടീമുകൾക്കെതിരെയാണ് അവരുടെ മത്സരം. രണ്ടാം ഘട്ട മത്സരങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ ഇടവേള ഉണ്ടായിരിക്കും. പതിവിൽ നിന്നും നേരത്തെയാണ് IPL ഇത്തവണ ആരംഭിക്കുന്നത്. ജൂൺ ആദ്യവാരം T20 ലോകകപ്പ് ആരംഭിക്കും എന്നതിനാലാണ് ഇത്ര നേരത്തെ IPL ആരംഭിക്കുന്നത്. ഏതായാലും ആരാധകരെ ത്രസിപ്പിക്കുന്ന മത്സരങ്ങൾ ആദ്യ ഷെഡ്യൂളിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് ഈ ഷെഡ്യൂൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും.